രേണുസുതി എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാണ്. കുറച്ച് പേരത് പറയുന്നത് രേണു മനഃപൂർവ്വം ചെയ്യുന്നതാണ്. മറ്റ് ചിലരുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യുന്നതല്ല, രേണുവിനെ ടാർഗറ്റ് ചെയ്യുവാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. രേണു എന്ത് ആൽബം ചെയ്താലും അതിൽ ചിലപ്പം കുറച്ച് കൂടിയൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ എന്താണ് രേണു ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ ചിലവർക്ക് തോന്നാവുന്ന രീതിയിലൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പം ഇത് കാണുന്ന കുറേയധികം പേരുണ്ടെങ്കിൽ ആദ്യമേ എല്ലാം പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ രേണു വന്നിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് എൻ്റെ ഇഷ്ടമാണ്, ഞാനത് ചെയ്യും, അതെൻ്റെ ഒരു കലയായിട്ടാണ് ഞാൻ എടുക്കുന്നത് എന്നതുള്ള സിനിമയിലൊക്കെ ഇത് ചെയ്യുന്നില്ലേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ അനുവദിക്കൂ എന്നുള്ളൊരു കാര്യം രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞതിന് ശേഷം കുറേയധികം പേര് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റ് ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി. എപ്പോഴും ഈ ഒരു രേണു ഇതേണൊക്കെ കാണിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടും കുറേയധികം ആൽബം ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്തും ഇതുപോലുള്ള സീനൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയധികം രേണുവിനെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കടുപ്പിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രേണു തന്നെ പിന്നെയും പറയുകയാണ്, എന്നെ എൻ്റെ പാട്ടിന് വിടും, ഞാൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല, എന്നെ വെച്ച് എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ എന്നെ വെറുതെ വിടൂ എന്നുള്ള ഒരു കാര്യമാണ് രേണു പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.